ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പൊങ്കൽ വയ്ക്കാൻ പോകുന്ന വീഡിയോസാണ്. അതായത് നമ്മുടെ മാരിയം പൂജ സ്റ്റാർട്ടായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 1 ആണ്, തിങ്കളാഴ്ച പൊങ്കൽ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ എല്ലാവരും പൊങ്കൽ വയ്ക്കുന്ന ഭയങ്കര ബിസി തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് അടുപ്പ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയ ശേഷം അമ്മയും ചേച്ചിയും കൂടിയിട്ട് പൊങ്കൽ വയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാനും മൂഷി അവിടെ വീഡിയോ വയ്ക്കുക, അങ്ങനെയാണ് അത് ആ വീഡിയോ എടുക്കുക, അങ്ങനെ എടുക്കുക, ചേച്ചി ഇങ്ങനെയൊന്നും അറിയില്ല പറഞ്ഞിട്ടൊക്കെ ഇന്നെ ചീത്ത പറയണുള്ളൂ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. അതിനുശേഷം ഇവരവിടെ ഫുൾ ഓഫ് പൊങ്കൽ വയ്ക്കൽ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലുണ്ട്. ഞാനും മൂഷിയും വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഹായൊക്കെ പറയാണ്, എനിക്ക് വീട്ടിൽ പോയിട്ട് മേക്കപ്പ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അതും അവൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ, എന്താ ചേച്ചി ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഞാനും അനിയത്തിയും കൂടി റെഡിയായി ഗൈസ്. അപ്പോൾ റെഡിയായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് എന്തെങ്കിലും നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നേർച്ചയുള്ള ദിവസം അവരത് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ മഞ്ജുവും മഞ്ഞയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരി, ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് ഫിക്സഡ് ആവാമെന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ ഭയങ്കര ബിസി ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കമ്പം വെക്കലാണ്. അപ്പോൾ മൂത്താളുടെ വീട്ടിൽ നിന്ന് കമ്പം കൊണ്ടുവരും. കമ്പം കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് വെക്കും. വെച്ച ശേഷം ബാക്കിയുള്ള പൂജ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം ഞങ്ങൾ അവിടെ കമ്പം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ അവിടെ കിണറുണ്ട്. ആ കിണറിൻ്റെ അവിടെ പോയിട്ട് കുളിച്ചിട്ട് അവിടെ നിന്ന് തീർത്ഥം അതുപോലെ തന്നെ നമ്മുടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ കഴുകി അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. ആക്ച്വലി അവിടെ നല്ല ഇരുട്ടും പിന്നെ പാടത്തിൻ്റെ നടുവിലൂടെയാണ്. പാടം കൊയ്യാത്തത് കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാമ്പ് വരുമോ, എന്തെങ്കിലും പിടിച്ച് തിന്നുമോ എന്നുള്ളൊരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ പോകാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷേ വെറുതെ സെൻറ്ററിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ചുറ്റും നെൽവയലുകൾ. പക്ഷെ നല്ല വൈബായിരുന്നു രാത്രി നേരത്ത്. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവർ വരുമ്പോഴേക്കും കുറച്ച് ഫ്രണ്ടിൽ പോയി നിൽക്കാമെന്നുള്ള മട്ടിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് മാങ്ങ മരം കണ്ടപ്പോൾ മാങ്ങ കഴിക്കാൻ തോന്നി. ഞാൻ പിന്നെ ഈ ചെറിയ സ്ഥലം കിട്ടിയാൽ ഓടിച്ചാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഞാൻ നുഴഞ്ഞു പോയിട്ട് മാങ്ങ വലിച്ചിട്ട് വന്നു കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. കഴിച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. അതിന് ശേഷം മഞ്ജു കത്തി വേണം ചോദിച്ചപ്പോൾ കത്തി ഒന്നും വേണ്ട, എൻ്റെ കൈ മതി ചേച്ചി പറഞ്ഞ് തല്ലി പൊളിക്കുകയാണ് കേസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 5-6 മാങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ വരുന്നവർക്കും പോണവർക്കൊക്കെ കൊടുത്തു കേസ്. അങ്ങനെ ഞങ്ങൾ അവിടെ മാങ്ങയും കഴിച്ചിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും അവർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരി കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പോയ സമയത്ത് അത്യാവശ്യം കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ വന്നു. അപ്പോൾ അവർ അതിനൊക്കെ വെയിറ്റിംഗ് ആണ്. ഇനി വന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊങ്കൽ തൊഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ വന്ന ശേഷം നമുക്ക് തീച്ചട്ടി കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ പൂജകൾ അത് കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പടക്കം കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഉള്ളിൽ വന്നിട്ട് 3 വലം ചുറ്റി വന്ന ശേഷം പിന്നെ തീച്ചട്ടി എടുക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നിധിയ മൂഷി ഫുൾ ഓഫ് കളിയും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറയണ്ടായിരുന്നു, നീയാണ് ഞാനാണോ ഉണ്ട്. അതിന് ശേഷം നമ്മളിവിടെ ദൈവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം തീച്ചട്ടി എടുക്കലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ 3 വലം ചുറ്റിയിട്ട് ഓരോരുത്തരും ചെയ്യും. അത് കാണാൻ വളരെയധികം നല്ല രസമായിരിക്കും. ശരിക്കും പറഞ്ഞു വെച്ചാൽ നമുക്കൊക്കെ കാണുമ്പോൾ ശരിക്കും കുളിര് കയറും. ആ തീ അങ്ങോട്ട് ഈ ചൂട്ടത്തിങ്ങനെ വെക്കുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ മതിൽ മുകളിൽ കയറി നിൽക്കുക, കാരണം ഇല്ല അവിടെ നിന്ന് ക്ലിയറായിട്ട് കാണും. താഴെ ഇരുന്ന് വെച്ചാൽ നീ ഇടിച്ചു ഞാൻ അടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് മിണ്ടാട് ആരുടെ ശല്യം ഇല്ലാണ്ടിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് പൂജ ചെയ്യണം. പൂജ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും പൊങ്കലെടുത്ത് വെക്കും. പൊങ്കലെടുത്ത് വെച്ച ശേഷം പൂജാ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പൊങ്കലെടുത്തിട്ട് പൊങ്കലും പൂജയ്ക്കുള്ള സാധനങ്ങളും എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പൊങ്കലിലും പൂജ ചെയ്തിട്ട് എല്ലാവർക്കും കൂട്ടി പോകാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ അതിന് ശേഷം കളർ പടക്കം മറ്റേ സാധനം, അതിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു, അത് പൊട്ടിച്ചു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും തൊഴുതിയിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ്. എന്നാലും ആരും വരുന്നില്ല ഗൈസ്. പിന്നെ ഇപ്പം തീരും പിന്നെ തീരുന്നില്ലാണ്ട് അത് തീരുന്നില്ല വഴിയില്ല. അപ്പോൾ എല്ലാവരും വന്ന് ഇരുന്നിരുന്ന് ഒരു വഴി ചെയ്യുന്നതിന് എല്ലാവരും 7 മണിക്ക് എത്തി. 10, 11, 11:30 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ ഇറങ്ങണ ടൈമായി. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് തഴപ്പഴ ഓരോരുത്തരെ കാണാനില്ല തരിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇറങ്ങിയിട്ട് വീട്ടിലിങ്ങനെ പോണ സമയത്ത് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നാളത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ലൈറ്റ് സെറ്റിങ്സൊക്കെ ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞു വെച്ചാൽ കുറേ ലൈറ്റ്സ് സെറ്റിങ്സ് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. പിന്നെ ഞാനും രമ്യയും വീട്ടിൽ വന്നു, ഫുഡ് കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ബൈ.